ഓക്കെ. ഇതേപോലെ തന്നെ ഇപ്പം സാർ വർക്ക് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഈ പോക്സോ കേസുകൾ ഒരുപാട് ഉള്ള സമയമാണ്. പല സമയത്തും നമ്മൾ കാണാറുണ്ട് പ്രണയബന്ധങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോൾ ഈ പെൺകുട്ടി ആൺകുട്ടിക്ക് എതിരെ ഒരു പോക്സോ കേസ് കൊടുക്കുന്നതൊക്കെ വളരെ നോർമലായിട്ട് അതെ നമ്മൾ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എപ്പോഴും രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന സമയത്തെ ഇത് അവരുടെ ഭാവിയെ ബാധിക്കും. എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഷെയിം ഭയങ്കര കൂടുതലാണ്. അതൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളതൊന്നും ആൾക്കാർ പലപ്പോഴും കണക്കിലെടുക്കില്ല. ഒരു പീഡിപ്പിച്ച ഒരാൾ എന്നുള്ള നിലക്കാണ് പോക്സോ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ അതെ നമ്മൾ സെക്ഷലി അബ്യൂസ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇത്തരം കേസുകൾ സാർ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നറിയണം. അപ്പോൾ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? എങ്ങനെയാണ് ഇത് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴും ചില സമയത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതും ന്യൂസ് ആവുന്നതും ഒക്കെ പ്രശ്നമാവാറില്ലേ? തീർച്ചയായിട്ടും. പോക്സോ കേസ് പലപ്പോഴും പോക്സോയിൽ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു കുട്ടിക്ക് സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു എന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞാൽ, പൊതുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ ബന്ധുവാവട്ടെ അയൽവാസിയാവട്ടെ ടീച്ചറാവട്ടെ ആരാവട്ടെ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഓ അത് റിപ്പോർട്ട് ചെയ്തിൽ അതിനെയാണ് ഇവർ മിസ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഒരു പ്രണയബന്ധത്തിലായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ പ്രണയത്തിലുള്ള ഓപ്പോസിറ്റുള്ള പയ്യൻ 1 വയസ്സോ 2 വയസ്സോ ചിലപ്പം കൂടുതലുണ്ടായിരിക്കാം, ചിലപ്പോൾ അവന് 18 കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഈ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു റിലേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പയ്യനായിട്ടോ പയ്യൻ്റെ ജോലിയായിട്ടോ എന്തെങ്കിലും ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഉടൻ അവർ കൗൺസിലിംഗ് കൊണ്ടുവരും. ഈ കുട്ടിയെ കൗൺസിലിംഗ് കൊണ്ടുവന്നാൽ എന്തായാലും പ്രണയത്തിൻ്റെതായ ചില തുടലുകളും പിടിക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സെക്ഷൽ ഇൻ്റൻഷനോടുള്ള എന്ത് ആക്ടിവിറ്റി അതായത് 18 വയസ്സിന് താഴെ അത് പോക്സോൻ്റെ നിർവചനത്തിൽ വരുന്നതാണ് അല്ലേ? അപ്പം അവിടെ നിയമം മാത്രം നോക്കിയിട്ട് ഇവനെ ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവിയാണ് പോകുന്നത്. പ്രണയിക്കുക എന്നുള്ളത് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ലേറ്റ് അഡോളസൻ്റ് ഏജിൽ അത് നിർബന്ധമായിട്ട് സംഭവിക്കേണ്ട സാധനമാണ്. കോമൺ ആണ്, നിർബന്ധമായിട്ട് സംഭവിക്കേണ്ട സാധനമാണ്. അവൻ്റെ ഹോർമോണും അവൻ്റെ സോഷ്യലൈസേഷനൊക്കെ പ്രോപ്പറായിട്ട് നടന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണത് അല്ലേ? അപ്പം അങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയാറ്, പുറത്തൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ല ടീനേജിൽ എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട്. സത്യം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഇങ്ങനെ അവനെ കുടുക്കിയിട്ട് ഇതിന്ന് ഒഴിവാക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അത് അവർക്ക് ഹീൽ ചെയ്യാൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ചേഞ്ച് ആവും അല്ലേ? കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് കളർ സെൻസ് മാറും, കോൺസെപ്റ്റുകൾ മാറും, അവർ റിലേഷൻഷിപ്പുകൾ മാറ്റും. നമ്മൾ തേക്കുക എന്നൊക്കെ പറയുന്നത് അതാണ്. അത് പോസിറ്റീവ് സൈനാണ് തേക്കുക എന്നുള്ളത്. കാരണം 1, 2, 3 റിലേഷൻഷിപ്പ് ഫെയിലാവണം എന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ കുറച്ചധികം സൈക്കോളജിസ്റ്റുമാരൊക്കെ പറയുന്നതാണ്. ഫെയിലായി കഴിഞ്ഞാലാണ് നമുക്കൊരു ഇമ്മ്യൂണിറ്റി വരാനുണ്ട്. അങ്ങനെ എന്നിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത്, പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ സമയം കൊടുക്കുന്നില്ല. അതിന് മുമ്പേ ഇവരെ പോക്സോയിൽ അറസ്റ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ പറയാറ്, വിത്ത് കൺസെൻ്റ് ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പെൺകുട്ടിയും കൂടി ചിലപ്പോൾ പെൺകുട്ടിയാവും വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക ഈ പയ്യനെ. എന്നാലും ഇവൻ 1 വയസ്സ് കൂടുതലുള്ളതെന്നുള്ളതുകൊണ്ട് ഇവനായിരിക്കും പ്രതി. ഇവന് 18 ജസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 19 ആയിട്ടുണ്ടാവുള്ളൂ. ഇവനായിരിക്കും പ്രതി. ഇവൻ സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു? ഉള്ളിൽ പോകുന്നു, കേസെടുത്ത് അറസ്റ്റിലാവുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ഞങ്ങളെപ്പോഴും പറയാറ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴും പറയാറ്, വിത്ത് കൺസെൻറ്റ് 16 ആക്കണം എന്ന് പറയും. 16 ആക്കണം. അത് അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, അതായത് വികസിത രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണുള്ളത്. നമ്മളുടെ ഇവിടെ എപ്പോഴും പോക്സോ നിയമത്തിൻ്റെ മേലിലൊരു പഠനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പ്രോപ്പറായിട്ടുള്ളൊരു പഠനം, അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തിയാൽ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. 16 ആക്കണം എന്നുള്ളൊരു സാധനം വരും. ഈ കേസിൽ മാത്രം അത് കൺസിഡർ ചെയ്താൽ മതി. അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ള 2 ആളുകളാണെങ്കിൽ വലിയ ഏജ് ഗ്യാപ്പൊന്നും ഇല്ലാത്ത, ഇപ്പം 35 വയസ്സുള്ള ഒരാൾ 16 വയസ്സുള്ള ഒരു കുട്ടിയെ അബ്യൂസ് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് കേസെടുക്കണം. അപ്പോൾ ഈ നിയമത്തിന് ശരിക്കും കണ്ണും മൂക്കൊക്കെ ഉണ്ട്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഇതിൽ. അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാം, ഇതിപ്പം അവന് 28 വയസ്സുണ്ടല്ലോ, ഇവൾക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ അതെന്തായാലും പാരൻസ് അങ്ങനെ ഒരു സാധനമായിട്ട് വരുമ്പോൾ അത് കേസെടുക്കണം. നേരെ മറിച്ച് ഇവൾക്ക് 17 വയസ്സും ഇവന് 19 വയസ്സും ആണെങ്കിൽ അത് എടുക്കുന്നതിലൊരു അർത്ഥമില്ല.